അയ്യോ എന്റെ അമ്മേ, എന്റെ പൊന്നോടെ തമ്പുരാനെ, ഞാൻ എന്താ ഈ കാലം ഇയാളെ എത്ര തിന്നാലും മതി വരാത്ത ഭക്ഷണം കഴിക്കാൻ വരുന്നവരോട് ഞാൻ എന്ത് പറയാ? കണ്ടില്ലേടാ, മുക്കാലൊരുളി ഉപ്പുമാവുണ്ടായതാ, അത് മുഴുവൻ പണ്ടാരടയ്ക്കാ മകൻ. കോമാളിക്ക് ചായം വെറുതെ തേച്ചാ മതിയെന്നാ എല്ലാവരുടെയും വിചാരം. അതല്ല, മുഖത്തെഴുത്ത് നന്നാകണം. എന്തിനാ? തലയിലെഴുത്ത് ആരും അറിയരുത്. മുഖം എപ്പോഴും ചിരിച്ച പോലെ തോന്നണം. മിടുക്കൻ, നീ എന്റെ മോനാടാ. നിന്റെ മുഖത്തെഴുത്ത് മോശം. എന്റെ എല്ലാ എഴുത്തും മോശമല്ലേക്കാ. മതി മതി, വാ നടക്ക്. ഇന്ന് അബൂക്ക് റിങ്ങിലെത്തുന്നതേ ഈ കൂട്ടിലാ. ആളുകള് സിംഹം എന്ന് വിചാരിച്ചു നോക്കുമ്പോ ക്ലൗൺ. കൊള്ളാല്ലേ? അതൊരു പുതിയ നമ്പരാണ്, നല്ല രസമായിരിക്കും. അതെ, പക്ഷെ അബുക്കാടെ നമ്പർ വരുമ്പോഴേ പറയാൻ മറക്കരുത്. ഇല്ല, ആ കാതറി ഓട്ടത്തിന്റെ ഇടയിൽ ഇന്നലെ എന്നെ മറന്നു, ഇന്നും മറക്കും. ഇന്ന് മറക്കൂല കേട്ടാ. ഞാൻ വന്ന് വിളിക്കണ വരെ അബൂക്ക് ബഹളമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ശരിക്കും പൂട്ടിയാ മോനെ? പൂട്ടി. പേടിച്ച ബാബുട്ടാ, ഗോവിന്ദ് സാർ വിളിക്കണു. എന്തിനാ? കമലെ കല്യാണം കഴിച്ച് തരട്ടെ എന്ന് ചോദിക്കാനാണെന്നാ തോന്നണേ. ഒറ്റ കീറി വെച്ചിട്ടുണ്ടെങ്കിലോ വെറുതെ വെറുതെ മനുഷ്യനെ പറഞ്ഞിങ്ങനെ കൊതിപ്പിക്ക. ഇത് ഇവിടെ ഇരുന്നോട്ടെ. ദമ്മായല്ല, ധനമായ. എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. വിളിച്ചു പരിചയപ്പെടുത്താം. കം 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 ഭാസ്കരൻ, വി കോൾ ഇളിയം ഭാസ്കരൻ. നല്ല പേര്. ഇത് മയോൾ ഇൻ ഓൾ മൈ സൺ. അറിയാം, കുറച്ചു കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു മാത്രമല്ല, ഒരു റിംഗ് കളിച്ചിരുന്നു വീനസ് സർക്കസിൽ 1971 to 75. He was a catcher in trapezium, but unfortunately fall down. ഒന്ന് വീണു നടു. നമ്മൾ പിരിഞ്ഞത് കൽക്കട്ട കളിക്കുമ്പോഴോ അതോ ബോംബെയില്? കൽക്കട്ട. ഏട്ടൻ മറന്നോ? ദമ്മായം കൊണ്ട് മതിലിയാടാൻ പോയപ്പോ ലാഡർ വെച്ച് കൊടുത്തത് ഞാനല്ലേ? ഇന്നലെ കഴിഞ്ഞതുപോലെ. ഈ കമ്പനി ഉണ്ടാക്കിയത് ഇവളുടെ പണിയാ. അബൂക്കയും ശാന്തമ്മയും സുശീലയും രഞ്ജനയും ഒക്കെ ചേർത്ത് ഷിമേ റോയൽ സർക്കസ്. 10 വർഷം സ്വർഗമായിരുന്നു. സ്വർഗം, പണം, പ്രശസ്തി. എനിക്കൊരു മോളെ തന്നു. അല്ല, എന്നെ വിളിപ്പിച്ചത്. ഓ, അത് മറന്നു. എന്താ പറഞ്ഞത്? മിസ്റ്റർ കണ്ണൂർ ഭാസ്കരൻ. അത് പോയതുകൊണ്ട് കളി എന്ന് വെച്ച് സർക്കസ് എത്തിയിട്ടില്ല. രാജ്കമലും പബ്ലിസിറ്റി മാനേര്. ഇയാൾക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. യു ക്യാരി ഓൺ. എന്താ കാര്യം? നമുക്ക് പുറത്തിത്തിരി സൗകര്യമായിട്ടിരുന്ന് ചിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാ പറയും. എനിക്ക് 5:30 ഷോളതാ. ബാബുവിന് ഗുണമുള്ള കാര്യ. ഞാനിപ്പോ രാജ്കമല്ലാന്നറിയാലോ. അവർക്ക് സർക്കസ് ഒന്ന് വിപുലീകരിച്ചാ കൊള്ളാന്നൊരു മോഹം. ജംബോല രാം സിംഗ്, സുധീർ മിശ്ര, അങ്ങനെ മറ്റു പലരും ഒരു ബുക്ക് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷേ അവിടുത്തെ ക്ലൗഡ്സ് അത്ര പോരാ. മിസ്റ്റർ ബാബുവിനെ അവർക്ക് കിട്ടിയാൽ കൊള്ളാമെന്നൊരു മോഹം. വേറെ ഇവിടെ കിടന്ന് നരയിക്കണ്ട. നല്ല ശമ്പളമായി തരാ, നല്ല അഡ്വാൻസുമായി തരാം. എന്താ പോവല്ലേ? ഗോവിന്ദേട്ടൻ വിഷമിക്കാണ്ടിരി. അവൻ അങ്ങനെ പോവോ? പോവാൻ പറ്റുമോ അവന്? ഞാൻ പോയിട്ടുണ്ട്. കമലെന്ന് വീനസിലേക്ക് പോയത് കാശ് നോക്കിയ. ഫ്രം വീനസ് ടു നാഷണൽ സർക്കസ്, അതും കാശ് നോക്കിയ. അങ്ങനെ എത്ര പോക്ക്? സോമനി പോക്ക്. അവൻ ഇവിടെ വളർന്ന കുട്ടിയല്ലേ, അങ്ങനെ കാശ് മാത്രം നോക്കി അവൻ പോവാ. ഭക്ഷണത്തിന് വേണ്ടി അല്ലടോ എല്ലാരും ജീവിക്കണത്. അത് താൻ, ബാക്കിയുള്ളവർക്ക് തീറ്റ മാത്രം പോരാ. പോയിട്ടാ അവനവന്റെ ഭാവി നോക്കട്ടെ. യു ടെൽ ദ ട്രൂത്ത്.
നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും നടക്കില്ല. ഒരുപാട് അംബീഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇനി എത്ര കാലം? എന്റെ കാലശേഷം കമലയും ബാബും കൂടെ ഈ കമ്പനി നടത്തിക്കൊണ്ടു പോകണം. എന്റെ പണപ്പെട്ടി കാലിയ MT. പിന്നെ ബാബുവിന് വിദ്യാഭ്യാസം അത് പ്രശ്നമല്ലേ? എന്റെ ഗോവിന്ദേട്ട സർക്കസുകാർക്ക് വിദ്യാഭ്യാസ ഐറ്റംസാ, അല്ലാണ്ട് BA MA ഒന്നും അല്ല. ഗോവിന്ദേട്ട 3ാം ക്ലാസ് അല്ലേ? Yes. ഞാൻ 5ലേക്ക് ജയിച്ചതാ. കുമാരേട്ടനോ? MA BCom. ആ അതാ 2 പെണ്ണ് കിട്ടിയത്. എന്താ പോകത്തിനി? കമലെ കെട്ടിച്ചു വന്നിട്ട് കമ്പനി നിന്നെ ഏൽപ്പിക്കുന്നു വിചാരിച്ചിട്ടാ? അതെ, എന്താ? നീ ആള് ഭയങ്കരനാ. കൊച്ചിന്റെ തീട്ടവും മൂത്രം മാരാൻ വന്ന ചെക്കൻ. അപ്പൊ അവളെ കെട്ടണം. നീ ആള് കൊള്ളാലോടാ. ആ അങ്ങനെ മിടുക്കന്മാര്. എന്നിട്ട് വേണം ചില കിളവന്മാരെയും കിളവികളൊക്കെ അടിച്ച് പുറത്താക്കി ഈ കമ്പനി ഒന്ന് നന്നാക്കാൻ. കയ്യടാ. ഓ തുടങ്ങി. എന്നാ മുതലാളി വേഗം ഒരുങ്ങ്. മുതലാളിയല്ല ബഡാസ. ബരാസാപ്പൊന്ന് വേഗം ഒരുങ്ങ്. കമലയെ കൈപിടിച്ച് തരണവരെ അടിയങ്കിട്ട് ജീവിക്കാലോ. സന്തോഷം. ഒന്ന് പോടാ. അവന്റെ ഒരു ബഡാസ. സാർ. കമല. കുതിര. ഓടി ബസ്സന്റെ. എന്താടാ കമല. കമല. കമലക്കുട്ടി എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് 17 കൊല്ലായി. അതല്ല, ബാംഗ്ലൂരിന്ന്. നീ എന്ത് പണ്ടാടാ കാണിക്കുന്നത്? അടുത്തായിട്ട് നോക്കണ്ടേ? കമലിക്ക കാതറ. എന്ത്? അല്ല, കാതർക്ക കമല. ഇത് ഞാൻ ആദ്യമായിട്ടാ. എന്ത് പണിയാ മോളെ കാണിക്കണേ? തമാശയല്ലേ കാതറങ്കിൾ? കേക്ക് തമാശ കേക്ക്. ഞാൻ വേറൊരു തമാശ കാണിക്കട്ടെ. എന്താ? കമല, ഞാൻ റിങ്ങില് ഡാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോ കമല വന്ന് കണ്ടു. അപ്പോഴാ ഞാൻ തൊട്ടിട്ട് കൂടിയില്ല. നോ ടച്ചിങ്സ്. നീ ഇപ്പോഴാണോ കണ്ടത്? She come before the show. എന്നിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ ബാബുന്റെ റൗട്ടിൽ വന്നു. അപ്പോ കണ്ണാടി നോക്കി ചന്തം കണ്ടിരിക്കുക. ഇത്ര നോക്കി രസിക്കാൻ എന്ത് ഭംഗിയുള്ള മോനെ. Yes. Look, കമല, കഴിഞ്ഞ തവണ വന്നപ്പോ ഡാഡി പറഞ്ഞു ബാബുവേട്ടൻ. വേണ്ട, ബാബു തന്നെ വിളിച്ചാ മതി. ഇത്ര ഉള്ളപ്പോ മുതല് വിളിച്ച് ശീലിച്ചതല്ലേ. എത്ര ദിവസം ഉണ്ടാവില്ല ഇത്? ഇനി ഫുള്ള് ലീവാ. ഞാൻ പഠിപ്പ് നിർത്തി. ഇനി റിങ്ങിലെ പഠിപ്പ് മതിന്നാ ഡാഡി. വേണ്ട 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 വേണ്ട, കുട്ടി സർക്കസ് ഒന്നും പഠിക്കണ്ട. കുട്ടി പഠിച്ച് വലിയ പഠിപ്പാരി ആവണം അല്ലേ? ഒരു 10,000 രൂപ സ്കൂൾ ഫീസും ഒരു 6,000 രൂപ ഹോസ്റ്റൽ ഫീസും അടച്ച് റെസിറ്റ് വാങ്ങിക്കൊണ്ടു വാ. ഞാൻ റെഡി. ഞാൻ റെഡി. ഫീസ് അടച്ചില്ലേ? അടച്ചില്ല. അതടക്കണ്ടേ? അടക്കണം. ഇങ്ങോട്ട് വരാൻ വണ്ടി കാശ് അയച്ചു തരാൻ പറഞ്ഞിട്ട് തന്നില്ല. എന്നിട്ടാണ് 16,000 റുപ്പീസ്. എന്താ ഗോവിന്ദേട്ടത്? എന്തൊക്കെ മുടക്കിയാൽ ഈ കാര്യം മുടക്കാമോ? കാശ് നമുക്ക് അടയ്ക്കാം. കമല പഠിക്കണം. ബാബു, നീ എവിടെ? നേരത്തെ സമയമായി. ബാബു ഇപ്പൊ കേറുന്നില്ല. ഞാനൊന്ന് സംസാരിച്ചു കൂടിയില്ല. No. First is duty. The show must go on. Go. എന്താടി എന്റെ നമ്പർ വരാത്തത്? എന്റെ നമ്പർ ഞാനായത് കമല. ഏത് കമല? അബൂക്ക റെഡി. അബൂക്ക നമ്പർ വന്നു കഴിഞ്ഞു. നീ പൊടക്കള്ള, നീ ചതിയനാ, നീ പറഞ്ഞു പറ്റിക്കും. നിന്നെ എനിക്ക് കാണണ്ട. അബൂക്ക. എന്താടി? എന്താ അബൂക്ക? ഞാൻ സുശീല അബൂക്ക.
എന്തിനാ അബൂക്ക ബഹളം ഉണ്ടാക്കണേ? മോളെ ഇവരെല്ലാവരും എന്നെ പറ്റിക്കുക. ബാബു എന്നെ പറ്റിക്കുക. അവൻ എന്റെ മോനല്ലേ, ഞാനല്ലേ അവനെ കളി പഠിപ്പിച്ചത്. അവൻ എന്നെ പറ്റിക്കാവും. ബാബു അങ്ങനെ പറ്റിക്കോ? അവൻ മറന്നായിരിക്കും. ഗോവിന്ദേട്ടാ, ബാബുവിനോടൊന്ന് പറഞ്ഞേ അബുക്ക് റെഡി അടിക്കാന്ന്. ഓ യെസ് ഇപ്പൊ പറയാം. Now it's വാ മോളെ, കം 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 കം. മോളുടെ നമ്പർ ആയ ആ ഇപ്പൊ ആവും. ഡാഡി യെസ് എന്തിനാ ഡാഡി അബുക്കെ ഈ കൂട്ടിലാക്കണേ? റിങ്ങി കയറി വരും. യെസ് ഈ ക്ലൈം ടു റിംഗ്. മ്യൂസിക് കേട്ടപ്പൻ എനിക്ക് പ്രതിയില്ല. പ്രോബ്ലം എന്നാ പ്രശ്നം റൗട്ടിൽ തന്നെ ഇരുത്തണം. സമ്മതിക്കില്ല. ഈ കൂട്ടി കയറിയിരിക്കാൻ ന്യൂ നമ്പർ. ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? എന്റെ ഗുരുനാഥനല്ലേ, കണ്ണിൽ എണ്ണ ഒഴിക്കുന്ന പോലെ നോക്കിയിരുന്നില്ലെങ്കിൽ എവിടെ പോയി കയറുമെന്ന് പറയാൻ പറ്റില്ല. ലാസ്റ്റ് വീക്ക് താമരശ്ശേരി കളിക്കുമ്പോ പാതിരാത്രിക്ക് സിംഗിൾ ട്രിപ്പിസ് കയറുന്ന ആടുന്നു. കടന്നപ്പോ ബാബു ചങ്ങല കൂട്ടാൻ മറന്നു.